ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാലത്തെ കിളിക്കൂടിൽ നിതീനെ ഹേമയും അരുണും രാജീവും കൂടെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുധീഷിനെ പറ്റി ഓരോ കുറ്റങ്ങൾ പറയാണ്. ആ സ്വർണവും പണവും ഒക്കെ മോഷ്ടിച്ചത് അവൻ തന്നെയാണ് എന്നുള്ള വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ നിധിക്ക് നല്ല ബോധ്യമുണ്ട്, ഒരിക്കലും സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനി എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാലും അവനൊരിക്കലും മോഷ്ടിക്കില്ല. അവൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ രാജീവ് ഒന്നും അങ്ങനെയല്ല. അവരൊക്കെ സുധീഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. കിട്ടിയ ചാൻസിൽ അവളുടെ മനസ്സിൽ സുധീഷിനെ പറ്റി കുറ്റങ്ങൾ നിറയ്ക്കാനും ഇഷ്ടക്കേട് നിറയ്ക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാജീവ് തൻ്റെ ലാസ്റ്റ് അടവ് എന്നോണം അവളോട് ഓരോ കാര്യങ്ങൾ പറയാണ്. എൻ്റെ മകളുടെ ജീവിതം ഓർത്ത് എനിക്ക് വിഷമമുണ്ടാവും. ഞങ്ങളൊക്കെ ഇത്ര തോതിൽ പറ്റിച്ചെങ്കിൽ നിന്നോടൊക്കെ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നീയും അവനുമായിട്ടുള്ള കല്യാണം നടത്താൻ അവൻ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ ഹേമയും അരുണൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവളാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇതൊന്നും സത്യമില്ലെന്ന് അവൾക്ക് അറിയാം. അതുകൊണ്ട് അവൾക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യമാണ് കേട്ടോ വരുന്നത്. പക്ഷെ അവൾ പ്രതികരിക്കുന്നില്ല. അവർ പറയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ രാജീവ് പറയുന്നുണ്ട്, ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം, നീ അതോർത്ത് വിഷമിക്കേണ്ട. നിനക്ക് ഇനി എന്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടുന്ന് ചെയ്യാം. ഇനി അവരുടെ കൂടെ പോവണ്ട, അവൻ്റെ കൂടെ നിന്നെ വിടില്ല. നിനക്ക് ജോലിക്ക് പോകണമെങ്കിൽ പോവാം, പഠിക്കണമെങ്കിൽ പഠിക്കാം, എല്ലാം ഇവിടുന്ന്. ഇനി എന്തായാലും അവൻ്റെ കൂടെ പോവണ്ട, എനിക്ക് നിന്നെ തന്നെ നഷ്ടമാവും എന്നും പറഞ്ഞിട്ട് രാജീവ് സങ്കടത്തോടു കൂടി അകത്തേക്ക് പോവാണ് കേട്ടോ. നിധിയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കണം. അവൾക്ക് മറുപടി പോലും പറയാൻ പറ്റുന്നില്ല. രാജു പറഞ്ഞു പോയതിന് പിന്നാലെ അരുൺ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ കാല് ഞുണ്ടി ഞുണ്ടിയാണ് വരുന്നത്. കാരണം അതൊരഭിനയമാണല്ലോ. അങ്ങനെ അവളോട് പറയുന്നുണ്ട്, കേട്ടില്ല അച്ഛൻ പറഞ്ഞത്, ഇനിയെങ്കിലും നീ ഒന്ന് ചിന്തിക്കാൻ നോക്ക്. ഇപ്പം നിനക്ക് ഇഷ്ടമുള്ളൊരു ബന്ധം നീ തിരഞ്ഞെടുത്തു, അത് പോട്ടെ. പക്ഷേ ഇനിയെങ്കിലും നീ ബുദ്ധിയോട് കൂടെ ചിന്തിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ലൈഫ് തന്നെ നഷ്ടമാവും എന്നും പറഞ്ഞിട്ട് അരുണും അകത്തേക്ക് പോകാൻ കേട്ടോ. കൂടെ തന്നെ ഹേമയും അവളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാന്ദ്രയും പറയുന്നുണ്ട്. അവൾ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുഭാഷേട്ടനും നികേഷിനും അരീഷിനെയാണ്. അവരാണെങ്കിൽ എല്ലായിടവും തിരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അവർക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. അപ്പം അരീഷ് പറയുന്നുണ്ട്, ഏട്ടാ നമുക്ക് എന്തായാലും അവരുടെ വീട്ടിൽ പോവാം, ഏടത്തിയുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം, അവരുടെ ഇതിന് കാരണക്കാരൻ. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ തെളിവൊന്നുമില്ലാതെ നമ്മൾ എന്ത് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും, അല്ലെങ്കിൽ അവരിപ്പോൾ നിധിനെ പഴിച്ചാരിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ നമുക്കും കൂടെ ചീത്ത കേൾക്കാനാണോ, നീ ഒന്ന് അടങ്ങ് എന്നൊക്കെ പറയാണ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഏടത്തിനെ വിളിക്കാം, ഇനിയിപ്പോൾ വേറെ മാർഗ്ഗമില്ലല്ലോ, ഇവിടുന്ന് എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ രാവിലെ സുധിച്ചേട്ടൻ എങ്ങോട്ടാണ് പോയതെന്നെങ്കിലും നമുക്ക് ചോദിക്കാമല്ലോ. ആ ഓക്കെ, എന്നാൽ നമ്മളെ വിളിക്കുമെന്ന് സുഭാഷ് പറയാൻ കേട്ടോ. ആ സമയത്ത് തന്നെ ഹരീഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അത് നീതുമായിരുന്നു. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, ഇത് ആരാ? അപ്പോൾ അവൻ പറയുന്നത് ഒരു കസ്റ്റമറാന്ന് പറഞ്ഞിട്ട് അവനോട് ഒന്ന് മാറി നിൽക്കാൻ കേട്ടോ. നീതു ആണെങ്കിൽ പരിഭവം പറച്ചിൽ തുടങ്ങി. അപ്പോഴേക്കും അരീഷിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ തലപകഞ്ഞ് നിൽക്കുന്ന സമയത്തല്ലേ വിളി വിളിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിനക്കെന്താടി ഉറക്കമൊന്നുമില്ല, 2 മണി ആയല്ലോ, അടങ്ങാനായിട്ട് ഒന്ന് വെച്ചിട്ട് പോടി എന്നൊക്കെ പറയപ്പോഴേക്കും അവൾ കരച്ചിൽ തുടങ്ങി. എന്തിനാ നീ എന്നെ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, നീ എന്നോട് സംസാരിക്കാറുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം, ഇന്നലെ നിനക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എന്നെ വിളിച്ചിട്ടാണോടി എന്നും ഉറങ്ങാറ്? അല്ല, നിന്നെ വിളിച്ചിട്ടല്ല, പക്ഷേ എനിക്കൊരു സമാധാനമില്ല, ഞാൻ എങ്ങനെ ഉറങ്ങും എന്നൊക്കെ അവൾ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ, അപ്പോഴേക്കും നിനക്ക് എന്നെ മടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ കരയാണ് കേട്ടോ. അപ്പോഴേക്കും അവൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരുന്നേ, ഞാനിവിടെ ഒരുപാട് ടെൻഷനില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്നാൽ ടെൻഷൻ എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ, അത് നിന്നോട് പറയാനുള്ളതല്ല, നീ ഒന്ന് വെച്ചിട്ട് പോയി ഉറങ്ങാൻ നോക്കടി എന്നൊക്കെ അവൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴും അവൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അന്നൊരു ദിവസം എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞില്ലേ ഇനിയും സംസാരിക്കുന്നു, അങ്ങനെ ഞാൻ നിന്നോട് 4 മണി വരെ സംസാരിച്ചില്ലേ, അപ്പോൾ എന്താ എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ, നിനക്കൊന്നും ബാധകല്ലേ, നീ എപ്പോഴും എന്നോട് ഇങ്ങനെ തന്നെ, നിനക്കൊരു സ്നേഹമില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ വീണ്ടും പറയുന്നുണ്ട്, പോയി ഉറങ്ങാൻ നോക്കിയിട്ട് നീ എന്നെ ടോർച്ചർ ചെയ്യല്ലേ, ദയവേത് എനിക്ക് സമാധാനം താ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓ അപ്പോൾ ഇത് നിനക്ക് ടോർച്ചർ ആയില്ലേ, എനിക്കറിയാം, നീ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ കറങ്ങാണ് ഈ രാത്രി, നീ എന്നെ പറ്റിക്കുക. അതോടെ കേട്ടപ്പോൾ അരീഷിൻ്റെ കൺട്രോൾ മൊത്തം പോയിട്ട് അവൻ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുകയാണ് കേട്ടോ. അത് കേട്ട് നീതു സ്റ്റക്ക് ആവുന്നുണ്ട്. പെട്ടെന്നൊരു സൗണ്ട് ഫോണിൽ കേൾക്കുമ്പോൾ സുഭാഷ് ഏട്ടനും നികേഷും പെട്ടെന്ന് ഞെട്ടിയിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് എന്ത് പറ്റി? അപ്പോൾ അവൻ പറയുന്നുണ്ട്, സോറി ഏട്ടൻ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നൊരു റെഗുലർ കസ്റ്റമർ എപ്പോഴും വെറുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും നികേഷ് ഫോൺ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇതിന് നന്നാവില്ല, അത് കേട് വന്നു കിട്ടോ എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ സുഭാഷ് അവനോട് നീ ഒന്ന് അടങ്ങ്, നീ ഒന്ന് കൂളാവ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ പിന്നെ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ട് സുധീഷൻ തിരഞ്ഞു പോവാണ്. നീതു ആണെങ്കിൽ അവൻ പറഞ്ഞ കാര്യത്തിൽ സ്റ്റക്കായിട്ട് സങ്കടത്തോടു കൂടി ബെഡിലിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുധീഷിനെയാണ്. സുധീഷാണെങ്കിൽ ആകെ വാടി തളർന്ന് ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയറിൽ. ഇനി എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയാണ് അവൻ ആലോചിക്കുന്നത്. അപ്പോഴേക്കും ആ ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ അവരോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് വെള്ളമെങ്കിലും താടാ, ഞാനിപ്പോൾ ചത്തു പോകുന്നൊക്കെ ഇങ്ങനെ അവൻ വിളിച്ച് പറയുമ്പോൾ അതിലൊരാൾ അവന് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടെ അവർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് സുധീഷിൻ്റെ അടുത്ത് തന്നെ അതിലൊരാളുടെ ഫോണ് താഴേക്ക് വീഴുന്നുണ്ട്. അയാളെ പോക്കറ്റിലിട്ടതായിരുന്നു, പക്ഷെ അത് നേരെ താഴേക്കാണ് വീണത്. കള്ളു കുടിച്ച് ലക്കില്ല അവർക്കാർക്കും, അതുകൊണ്ടാണ് സംഭവിച്ചത് കേട്ടോ. അങ്ങനെ സുധീഷ് അവർ പോയ സമയത്താണ് ഈ ഫോൺ കാണുന്നത്. കണ്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ സന്തോഷം കണ്ട് വിരിയാണ്. കാരണം രക്ഷപ്പെടാനുള്ള ഒരു ഏക മാർഗ്ഗമാണല്ലോ മുന്നിൽ കണ്ടത്. അങ്ങനെ എന്ത് ചെയ്യുന്നവൻ അറിയുന്നില്ല. പിന്നീട് അവൻ അവൻ്റെ ചെയർ നീക്കിയിട്ട് ആ ഫോണ്
കാലുകൊണ്ട് ഓപ്പൺ ചെയ്യാണ് കേട്ടോ, കാൽവിരൽ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അവൻ ഹരീഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അവൻ്റെ ഫോൺ അവൻ എറിഞ്ഞു പൊട്ടിച്ചല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് സുഭാഷ് ചേട്ടൻ്റെ നമ്പർ ഓർക്കുന്നത്. അങ്ങനെ നമ്പർ അവന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഒന്നാമത് ടെൻഷനല്ല. അങ്ങനെ അവൻ വീണ്ടും മനസ്സിൽ പറഞ്ഞ് കറക്റ്റ് നമ്പർ കിട്ടുന്നുണ്ട്. ആ സന്തോഷത്തിൽ അവൻ നമ്പർ അടിക്കുമ്പോൾ കോള് റിങ് ചെയ്യാണ്. സുധീഷിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സുഭാഷിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് കേട്ടോ. അങ്ങനെ സുഭാഷ് ഈ ഒരു ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഫോൺ എടുക്കുന്നില്ല. വീണ്ടും കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് സുധീഷാണെങ്കിൽ ദൈവങ്ങളെ വിളിക്കുകയാണ് സുഭാഷ് ചേട്ടൻ ഒന്ന് കോൾ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവൻ അത്ര റിസ്ക്കിലാണല്ലോ ഈ ഫോണ് ചെയ്യുന്നത്. അവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ എന്തായാലും കൊല്ലുമെന്ന് അവന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവന് ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ സുഭാഷ് ചേട്ടൻ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ നികേഷ് പറയുന്നുണ്ട്, ഏട്ടൻ ഒന്ന് ഫോൺ എടുത്ത് നോക്കുക, ആരാന്ന് അറിയില്ലല്ലോ. അങ്ങനെ സുഭാഷ് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം സുഭാഷ് ചേട്ടൻ ഫോൺ എടുത്തപ്പോൾ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ ഞാനാണ് സുധീഷ്. അപ്പോഴേക്ക് ഇവരെല്ലാവരും സ്റ്റെക്ക് ആവുന്നുണ്ട്. അങ്ങനെ ഇവർ സ്പീക്കറിൽ ഇടാൻ പറയാണ് കേട്ടോ സുഭാഷ് ചേട്ടനോട് കോള്. അങ്ങനെ സ്പീക്കറിൽ ഇടുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നെ ഇവർ തട്ടിക്കൊണ്ടുപോയതാണ്, എന്നെ ഇവർ ചതിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. അതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ ഇവർ ഷോക്കാവുന്നുണ്ട്, ഇവർക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, മോനെ നീ എവിടെ നിനക്ക് അറിയോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് അറിയില്ല ഏട്ടാ, അത് എവിടെയോ ഒരു ദൂരത്തിലൊരു സ്ഥലത്താണ്, എനിക്ക് അറിയില്ലെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഓർത്ത് സുധീഷ് കറക്റ്റ് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അവനെ രക്ഷപ്പെടുത്താലോ. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ആ ഫോൺ വേഗം നീക്കിയിട്ടേക്ക്, അല്ലെങ്കിൽ അവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനെ സുധീഷ് പെട്ടെന്ന് തന്നെ ഫോൺ തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി ഇരിക്കുമ്പോഴേക്കും ഇവർ വരുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ ഒരു കള്ള ലക്ഷണം നടന്നിട്ടുണ്ട്. ഇവനെങ്ങനെ മുന്നിലേക്ക് എത്തിയെന്ന് അവർ സംശയിക്കുകയാണ് കേട്ടോ ഗുണ്ടകൾ. അപ്പോഴാണ് ഈ ഫോൺ കാണുന്നത്. അങ്ങനെ ആ ഫോൺ എടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു ഗുണ്ടാതിൻ്റെ കയ്യിൽ നിന്ന് വീണ ഫോണാണെന്ന്. അങ്ങനെ അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവനൊരു കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി അവൻ ആരെയും കോൾ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ അപ്പോൾ തന്നെ അവൻ ഒരുപാട് അടിക്കുന്നുണ്ട്. ആ സമയത്ത് അരുണിനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അരുൺ പറയുന്നുണ്ട്, അവനെന്തായാലും അവൻ്റെ ഏട്ടന്മാരാരെങ്കിലും അവൻ വിളിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ചീത്ത പറയുന്നുണ്ട്. ഒടുവിൽ അവിടെ നിന്ന് അവനെ മാറ്റാൻ പറയാൻ കേട്ടോ. അങ്ങനെ ആ സമയത്ത് അവൻ അവിടെ നിന്ന് മാറ്റുകയാണ്. അതോടായപ്പോൾ സുധീഷിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുകയാണ്. അവനാകെ തളർന്നു പോയി. ഇനി അവൻ എന്ത് മാർഗം? ഇതിപ്പോൾ അവരിങ്ങോട്ട് വരുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. സുധീഷ് പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ സുഭാഷ് ചേട്ടനും ഹരീഷും നികേഷും ഒക്കെ. അവർ സ്പീഡിലാണ് വരുന്നത്. എങ്ങനെയെങ്കിലും തങ്ങളുടെ കൂടപ്പിറപ്പിനെ രക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമേ അവർക്കുള്ളൂ. അത്രയും ടെൻഷനിലാണ് അവരെല്ലാവരും. നീതു ആണെങ്കിലോ, ഹരീഷ് എന്താ തന്നോട് ഇങ്ങനെ പെരുമാറി എന്നുള്ള ചിന്തയിലാണ് നീതു. നിധിയാണെങ്കിലോ ആകെ ടെൻഷനിൽ, സുധീഷ് എവിടെ പോയി, അവനെന്തെങ്കിലും സംഭവിച്ചോ, ഇനി എന്ത് ചെയ്യും, അച്ഛനും അമ്മയൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്, ഈ ഒരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെ തരണം ചെയ്യും എന്നൊക്കെയുള്ള ചിന്തയിൽ അവളും. നീതു ആണെങ്കിൽ വീണ്ടും ഹരീഷിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഫോണ് കിട്ടുന്നില്ല. കാരണം അവൻ്റെ ഫോൺ പൊട്ടിപ്പോയല്ലോ. അവൾക്ക് അതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവന് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്, നിനക്ക് അത്രയും വേണ്ടാത്തവളായിപ്പോയോ, നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഹരീഷ എന്നൊക്കെ പറഞ്ഞ് അവൾ എന്തൊക്കെയോ വോയിസ് അയക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡിൽ ഏട്ടനും അനിയന്മാരും തങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പിനെ കണ്ടുപിടിക്കില്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക്